പാലായിൽ പൂഞ്ഞാറിൽ PC ജോർജ് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് 9-ൽ 5-3-8. ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിൽ LDF 2 UDF 3 ഇടുക്കിയിൽ. 76 LDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ്. 76 LDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. UDF സ്ഥാനാർത്ഥികൾ 45 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട്ടും നേമത്തും NDA സ്ഥാനാർത്ഥികളായ O രാജഗോപാലും ശോഭാ സുരേന്ദ്രനും ലീഡ് ചെയ്യുന്നു. പൂഞ്ഞാറിൽ PC ജോർജ് മുന്നിട്ട് നിൽക്കുന്നുവെന്ന വിവരമാണ് ലഭിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വ്യത്യസ്തതയാർന്നൊരു വിവരം. കൽപ്പറ്റയിൽ CK ശശീന്ദ്രൻ 352 വോട്ടുകൾക്ക് MV ശ്രേയംസ്കുമാർ മുന്നിലാണ്. തൃശ്ശൂരിൽ പാലക്കാട് 12 സീറ്റുകളിൽ 8 LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണുള്ളത്. തൃശ്ശൂരിൽ 13 സീറ്റുകളിൽ 12 LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരം ലഭിക്കുന്നു. തൃശ്ശൂരിൽ 13 സീറ്റുകളിൽ LDF 12 ലീഡ് ചെയ്യുന്നു. പാലക്കാട്ട് 12 സീറ്റുകളുള്ളതിൽ 8 LDF ലീഡ് ചെയ്യുന്നു, 3 UDF. പാലക്കാട് മണ്ഡലത്തിൽ NDA. മലപ്പുറത്ത് 16-ൽ 11 UDF ലീഡ് ചെയ്യുമ്പോൾ 5 LDF ലീഡ് ചെയ്യുന്നുണ്ട്. NDAക്ക് സീറ്റുകളില്ല. അവിടെ LDF 5 സ്ഥലത്ത് ലീഡ് ചെയ്യുന്നു. മലപ്പുറത്ത് കോഴിക്കോട് 13 സീറ്റുകളിൽ 7 LDF, UDF 6 എന്നതാണ് നില. കോഴിക്കോട് 13-ൽ 7-6 LDF-നെ UDF-നെയും കൈവശമുള്ളത്. കണ്ണൂരിൽ 11-ൽ 10 LDF-ന്റെ കൈവശമാണ് ഇപ്പോൾ ലീഡ് നില നോക്കുമ്പോൾ ഉള്ളത്. LDF ലീഡ് ചെയ്യുകയാണ്. ഇരിക്കൂറിൽ മാത്രമാണ് കണ്ണൂരിൽ ലീഡ് ചെയ്യുന്നത്. കാസർഗോഡ് LDF-ന് 1 സ്ഥലം, UDF 4 ലീഡ് ചെയ്യുന്നു എന്ന വിവരം ലഭിക്കുന്നു. കാസർഗോഡ് UDF 4 ലീഡ് ചെയ്യുന്നു. ഇരിങ്ങാലക്കുടയിൽ UDF സ്ഥാനാർത്ഥി 740 വോട്ടുകൾക്ക് തോമസ് ഉണ്ണിയാടൻ പിന്നിലാണ് എന്ന വിവരം ലഭിക്കുന്നു. കേരളത്തിൽ 140 സീറ്റുകളിൽ 79 LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. UDF സ്ഥാനാർത്ഥികൾ 44 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDA നേമത്തും പാലക്കാട്ടും അവരുടെ ലീഡ് നില തുടരുകയാണ്. PC ജോർജ് അവിടെ പൂഞ്ഞാറിൽ തുടരുകയും ചെയ്യുന്നു. ലീഡ് നില നോക്കുമ്പോൾ കേരളത്തിൽ ഇടത് മുന്നേറ്റം 80 മണ്ഡലങ്ങളിൽ ഇപ്പോൾ കാണാനാകും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 80 കേവല ഭൂരിപക്ഷം കടന്നുള്ള ലീഡ് നിലയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 80 മണ്ഡലങ്ങളിൽ ഇടത് മുന്നണി ലീഡ് ചെയ്യുന്നു. UDF 45 NDA 2 തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലും NDA ലീഡ് ചെയ്യുന്നു. പൂഞ്ഞാറിൽ PC ജോർജും ലീഡ് ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാസർഗോഡ് 4 സീറ്റുകളിൽ UDF, 1 LDF. കണ്ണൂരിൽ 10 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു, 1 UDF ലീഡ് ചെയ്യുന്നു. വയനാട്ടിൽ 1 LDF, 2 UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട്ട് 7 സീറ്റുകളിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ്, 5 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. മലപ്പുറത്ത് 2 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 9 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട്ട് 8 സീറ്റുകളിൽ LDF-ഉം NDA പാലക്കാടും NDA പാലക്കാട് 1 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. UDF സ്ഥാനാർത്ഥികൾ 2 സീറ്റുകളിൽ പാലക്കാട് ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ 12 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുകയാണ്. തൃശ്ശൂരിലെ മുഴുവൻ സീറ്റുകളിലും LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എറണാകുളത്ത് 4 LDF, 6 UDF. ഇടുക്കിയിൽ 2 LDF, 3 UDF. കോട്ടയത്ത് 2 LDF ലീഡ് ചെയ്യുന്നു, 5 UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 2 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുകയാണ്. പത്തനംതിട്ടയിൽ 4 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 4 സീറ്റുകളിലും ആകെയുള്ള 4 സീറ്റുകളിലും പത്തനംതിട്ടയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. കൊല്ലത്ത് 8 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു, ഒരൊറ്റയിടത്ത് മാത്രം UDF-ന്റെ ലീഡുണ്ട്. തിരുവനന്തപുരത്ത് 8 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു, ഒരിടത്ത് നേമത്ത് O രാജഗോപാൽ NDA ലീഡ് ചെയ്യുന്നു. UDF സ്ഥാനാർത്ഥികൾ 5 മുന്നിലാണ്. ആകെ LDF 81 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ 45 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. 3 എന്ന നിലയിലേക്ക് തന്നെ NDAയുടെ നില മാറിയിട്ടുണ്ട്. NDA ഒരുപക്ഷെ കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ വീണ്ടും ലീഡ് ചെയ്തിട്ടുണ്ടാകണം. 81 LDF, 45 UDF, NDA 2, മറ്റുള്ളവർ 1. കാസർഗോഡ് 4 UDF ലീഡ് ചെയ്യുന്നു, 1 LDF. കണ്ണൂരിൽ 10 LDF ലീഡ് ചെയ്യുന്നു, UDF 1. വയനാട് 3 മണ്ഡലങ്ങളിൽ 2 UDF. തിരുവമ്പാടിയിൽ 19,177 വോട്ടിന് മുന്നിലാണ് UDF സ്ഥാനാർത്ഥി. മഞ്ചേശ്വരത്ത് അബ്ദുൾ റസാഖ് 1931 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. K സുരേന്ദ്രനേക്കാൾ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനേക്കാൾ ആദ്യഘട്ടത്തിൽ സുരേന്ദ്രൻ മുന്നോട്ട് പോകുന്നതായി കാണിച്ചിരുന്നെങ്കിലും ഇപ്പോൾ 1800 വോട്ടുകൾക്ക് PB അബ്ദുൾ റസാഖ് മുന്നിട്ട് നിൽക്കുകയാണ്. കൊടുവള്ളിയിൽ UDF സ്ഥാനാർത്ഥി ലീഡ് നില 12,306 ഉയർത്തിയതായി കാണുന്നുണ്ട്. കൊടുവള്ളിയിൽ UDF സ്ഥാനാർത്ഥി അദ്ദേഹം പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി പിന്നിലാണ്. കൊടുവള്ളിയിൽ UDF സ്ഥാനാർത്ഥി 12,306 സീറ്റുകൾക്ക് പിന്നിലാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. LDF വട്ടിയൂർക്കാവിൽ 600 വോട്ടിന് K മുരളീധരൻ UDF സ്ഥാനാർത്ഥി മുന്നിൽ. കുമ്മനം രാജശേഖരൻ രണ്ടാമതാണ്. കുമ്മനം രാജശേഖരൻ പിന്നിൽ പോയിരിക്കുന്നു. K മുരളീധരൻ
മുന്നിട്ട് നിൽക്കുകയാണ്. കുന്നമംഗലത്തും വ്യത്യാസമുള്ള വിവരങ്ങളാണ് വരുന്നത്. 13,538 വോട്ടുകൾ ടി സിദ്ദിഖ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. കുന്നമംഗലത്ത് ടി സിദ്ദിഖ് ലീഡ് ചെയ്യുകയാണ്. പി ടി റഹീമിനേക്കാൾ ലീഡ് ചെയ്യുകയാണ് ടി സിദ്ദിഖ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫ് 81 സീറ്റുകളിൽ ലീഡ് ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് 48 മാത്രമാണ് യു ഡി എഫിന് ലീഡ് ചെയ്യാനാവുന്നത്. എൻ ഡി എ 2 ലീഡ് ചെയ്യുന്നു. നേമത്ത് രാജഗോപാലിന്റെ ലീഡ് നില ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയതായി കാണുന്നില്ല. രാജഗോപാൽ മുന്നിട്ട് നിൽക്കുക തന്നെയാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ആദ്യത്തെ അരമണിക്കൂറിൽ മുന്നോട്ട് പോകുന്നതായി കാണിച്ചുവെങ്കിലും പിന്നീട് അബ്ദുൾ റസാഖിന്റെ നില അല്പാൽപ്പം മെച്ചപ്പെട്ട് വരികയുണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിന് 1500-നടുത്ത് വോട്ടുകളുടെ ലീഡുണ്ട് അബ്ദുൾ റസാഖിന് മഞ്ചേശ്വരത്ത്. തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ശിവകുമാർ 1301 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരം സ്ക്രീനിലുണ്ട്. തിരുവനന്തപുരത്ത് ശിവകുമാർ മുന്നിട്ട് നിൽക്കുകയാണ്. കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിം യു ഡി എഫ് സ്ഥാനാർത്ഥി 4109 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 81 എൽ ഡി എഫ്, യു ഡി എഫ് 48, എൻ ഡി എ 2, മറ്റുള്ളവർ 1. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി 1250 വോട്ടുകൾക്ക് മുന്നിലാണ്. അങ്കമാലിയിൽ റോജി എം ജോൺ യു ഡി എഫ് സ്ഥാനാർത്ഥി 3047 വോട്ടുകൾക്ക് മുന്നിലാണ്. ആലുവയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അൻവർ സാദത്ത് 204 വോട്ടിന് മുന്നിലാണ്. കളമശ്ശേരിയിൽ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മുന്നിൽ. കളമശ്ശേരിയിൽ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് പിന്നിലായിരിക്കുന്നു. കളമശ്ശേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം യൂസഫ് 23 വോട്ടുകൾക്ക് മുന്നിലാണ് നിലവിൽ. പറവൂരിൽ മന്ത്രി അനൂപ് ജേക്കബ് പിന്നിലാണ്. ശാരദാ മോഹൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 1538 വോട്ടുകൾക്ക് മുന്നിലാണ്. വൈപ്പിനിൽ എസ് ശർമ്മ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 759 വോട്ടുകൾക്ക് മുന്നിൽ. എറണാകുളത്ത് യു ഡി എഫിന്റെ ഹൈബി ഈഡൻ 2066 വോട്ടുകൾക്ക് മുന്നിൽ. തൃക്കാക്കരയിൽ യു ഡി എഫിലെ പി ടി തോമസ് 2546 വോട്ടുകൾക്ക് മുന്നിൽ. കുന്നത്തുനാട് വി പി സജീന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 348 വോട്ടുകൾക്ക് മുന്നിലാണ്. പിറവത്ത് എം ജെ ജേക്കബ് 307 വോട്ടിന് മുന്നിലാണ്. മൂവാറ്റുപുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽദോ എബ്രഹാം 1556 വോട്ടുകൾക്ക് മുന്നിലാണ്. തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ 2474 വോട്ടുകൾക്ക് വി ശിവൻകുട്ടിയേക്കാൾ മുന്നിലാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഒ രാജഗോപാൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേമത്ത് 2474 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കണക്കുകൾ ഇങ്ങനെയാണ്. വർക്കലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 2658 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി സത്യൻ 9092 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിനുണ്ട്. ചിറയൻകീഴിൽ ബി ശശി എൽ ഡി എഫ് സ്ഥാനാർത്ഥി 4686 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിനുണ്ട്. നെടുമങ്ങാട് പാലോട് രവിക്ക് 115 വോട്ടുകളുടെ ലീഡേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരത്ത് ഡി കെ മുരളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി 945 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ 2885 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ബി മുരളീധരനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനേക്കാൾ 1058 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാർ 2076 വോട്ടുകൾക്ക്. നേമത്ത് ഒ രാജഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥി 2666 വോട്ടുകൾക്ക്. അരുവിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ 2047 വോട്ടുകൾക്ക്. പാറശാല എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി കെ ഹരീന്ദ്രൻ 685 വോട്ടുകൾക്ക്. കാട്ടാക്കടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ശക്തൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥി ഐ ബി സതീഷിനേക്കാൾ 925 വോട്ടുകൾക്ക്. കോവളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജമീല പ്രകാശം 314 വോട്ടുകൾക്ക്. നെയ്യാറ്റിൻകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ആൻസലൻ 6428 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത്. നേമത്ത് ഒ രാജഗോപാൽ 2885 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പാലക്കാട് ജില്ല നോക്കുമ്പോൾ 11 മണ്ഡലങ്ങളിലെ ഫലങ്ങൾ വരുമ്പോൾ 8 എൽ ഡി എഫ് മുന്നേറ്റം നടത്തുന്നു, 2 യു ഡി എഫ്. പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് കൊണ്ടുവന്നിരിക്കുന്നു. 528 വോട്ടിന്റെ ലീഡ് ഷാഫി പറമ്പിൽ പാലക്കാട്. ഇതുവരെ ലീഡ് നിലനിർത്തിയിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ലീഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. പാലക്കാട് ഷാഫി പറമ്പിൽ എൻ ഡി എയുടെ ലീഡ് നില ഇപ്പോൾ ഒരിടത്തേക്ക് മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് തിരുവനന്തപുരത്തെ നേമത്ത് മാത്രമാണ് ഒ രാജഗോപാൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രന് ലീഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഇപ്പോൾ 528 വോട്ടിന് ലീഡ് ചെയ്യുന്നു പാലക്കാട്. നേമത്ത് മാത്രമാണ് ഇപ്പോൾ എൻ ഡി എക്ക് ലീഡ് നിലയുള്ളത്. നേമത്ത് രാജഗോപാൽ 2000 ശിഷ്ടം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാടും മഞ്ചേശ്വരവും അവർ പിന്നിട്ട് പോയിരിക്കുന്നു. പാലക്കാട് ഷാഫി പറമ്പിലിനേക്കാൾ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ മുന്നിട്ടെത്തിയിരുന്നെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഷാഫി പറമ്പിൽ തന്നെ ലീഡ് ചെയ്യുകയാണ്. മഞ്ചേശ്വരത്താണെങ്കിൽ പി ബി അബ്ദുൾ റസാഖ് യു ഡി എഫ് സ്ഥാനാർത്ഥി 2022 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് കെ സുരേന്ദ്രനേക്കാൾ കൂടുതലുണ്ട്. 2022 വോട്ടുകളുടെ ലീഡ് അദ്ദേഹം ഈ മണിക്കൂറിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ ഡി എയുടെ പ്രതീക്ഷ
ഈ മണിക്കൂറുകളിൽ ഈ നിമിഷങ്ങളിൽ രാജഗോപാലിൻ്റേത് മാത്രമാണ്, നേമത്ത് മാത്രമാണ്. അദ്ദേഹത്തിന് അവിടെ 2000 ശിഷ്ടം വോട്ടുകളുടെ ലീഡുണ്ട്. പക്ഷേ പാലക്കാടും മഞ്ചേശ്വരത്തും ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ ലീഡ് ചെയ്തിരുന്ന 2 സ്ഥലങ്ങളിൽ അവർ പിന്നോട്ട് പോയിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി 2982 വോട്ടുകൾക്ക് മഞ്ചേശ്വരത്ത് PB അബ്ദുൾ റസാഖ് കെ സുരേന്ദ്രനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. NDAയുടേത് ഇപ്പോൾ ലീഡ് ഒരിടത്ത് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. LDF 82 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. UDF സ്ഥാനാർത്ഥികൾ 46 സീറ്റുകളിൽ, LDF 84 ഇടത്തും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് NDA ഇപ്പോൾ മുന്നേറ്റം നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് മാത്രം. ബാക്കി 139 ഇടങ്ങളിൽ 84 ഇടത്ത് LDF മുന്നേറ്റം നടത്തുന്നു. UDF 48. കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നു ഇടതുപക്ഷത്തിന് ലീഡ്. കണക്കുകൾ ഇപ്പോൾ ഇടതുപക്ഷത്തിന് വളരെ വളരെ അനുകൂലമായാണ് മുന്നോട്ട് പോകുന്നത്. 84 ഇടത്ത് 140-ൽ 84 ഇടത്ത് LDF മുന്നേറ്റം നടത്തുന്നു. UDF 48 ഇടത്ത്. NDA തിരുവനന്തപുരത്തെ നേമത്ത് മാത്രം. പൂഞ്ഞാറിൽ PC ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുന്നേറ്റം നടത്തുന്നു. പാലക്കാട്ടെ വീണ്ടും മാറ്റമുണ്ട് സനീഷ്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പാലക്കാട്ട് 125 വോട്ടുകൾക്ക്. പാലക്കാട് അതിശക്തമായ മത്സരം. ഷാഫി പറമ്പിലും ശോഭാ സുരേന്ദ്രനും അവിടെ ലീഡ് നില മാറിക്കൊണ്ടുവരികയാണ്. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ 125 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു പാലക്കാട്ട്. NDAക്ക് 2 ഇടത്തേക്ക് അതിൻ്റെ സാധ്യതകൾ മാറിയിട്ടുണ്ട്. NDA 2 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട് പക്ഷേ ഇപ്പോഴും നമ്മൾ കാണുന്നത് ഷാഫി പറമ്പിൽ പിന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ അത് ഇഞ്ചോടിഞ്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഇടത്തെ സ്ഥിതി. പക്ഷേ നേമത്ത് രാജഗോപാൽ അങ്ങനെയല്ല. നേമത്ത് രാജഗോപാൽ ഇതുവരെ പിന്നോട്ട് പോകാതെയുള്ള നേരിയതാണെങ്കിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. കോഴിക്കോട് UDFന് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പൊതുവിൽ LDFന് അനുകൂലമായിട്ടുള്ള, LDFന് സന്തോഷമുണ്ടാക്കുന്ന കണക്കുകളാണ് വരുന്നത്. LDF 86 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. LDFന് ശക്തി കേന്ദ്രമായ കണ്ണൂരിലാണെങ്കിൽ ഒറ്റ സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും, കണ്ണൂരിൽ ഒറ്റ സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും LDF ലീഡ് ചെയ്യുകയാണ്. ഇരിക്കൂറിൽ KC ജോസഫ് 5351 വോട്ടുകൾക്ക് തൊട്ടടുത്ത സ്ഥാനാർത്ഥി KT ജോസിനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണെന്നത് ഒഴിച്ചാൽ കണ്ണൂരിലെ 11 സീറ്റുകളിൽ 10ഇടത്തും LDF ലീഡ് ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേരാവൂരിൽ ബിനോയ് കുര്യൻ CPM നേതാവ് LDF സ്ഥാനാർത്ഥി 1059 വോട്ടുകൾക്ക് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി നിലവിലെ MLA സണ്ണി ജോസഫിനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. കണ്ണൂർ അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള UDFന്റെ ഏറ്റവും പ്രധാന ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂർ മണ്ഡലത്തിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി LDF സ്ഥാനാർത്ഥി 3146 വോട്ടുകൾക്ക് സതീശൻ പാച്ചേനിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു എന്നത് വളരെ പ്രത്യേകത അറിയിക്കുന്ന റിസൾട്ടാണ്. അവിടെ പോലും കടന്നപ്പള്ളി രാമേന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. കണ്ണൂരിൽ 11 സീറ്റുകളിൽ 10ഇടത്തും LDF ലീഡ് ചെയ്യുന്നു എന്ന നിലയാണുള്ളത്. LDF 85 സീറ്റുകളിൽ സംസ്ഥാനത്താകെ തന്നെയും ലീഡ് ചെയ്യുന്നു. UDFന് 48 സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്യാനാകുന്നത്. NDA ഇപ്പോൾ 3 എന്ന നിലയാണ് കാണിക്കുന്നത്. പക്ഷേ കാസർഗോഡ്, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം എല്ലായിടത്തും ഒരു നിമിഷം കാസർഗോഡ് മഞ്ചേശ്വരത്തല്ല, കാസർഗോഡ് മണ്ഡലത്തിൽ ഇപ്പോൾ രവിഷ തന്ത്രി കുന്ദർ എന്ന NDA സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു 2486 വോട്ടുകൾക്ക് എന്നതാണ്. ഈ 3ാം സീറ്റ് മഞ്ചേശ്വരമല്ല, കാസർഗോഡാണ്. NDAക്ക് പാലക്കാടും നേമവും കഴിഞ്ഞാൽ 3ാമത്തെ സീറ്റ് മഞ്ചേശ്വരമല്ല, ഇപ്പോൾ കാസർഗോഡ് മണ്ഡലമാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ രവിഷ തന്ത്രി കുന്ദർ 2486 വോട്ടുകൾക്ക് തൊട്ടടുത്ത സ്ഥാനാർത്ഥി NA നെല്ലിക്കുന്നിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരമല്ല, കാസർഗോഡാണ് NDAക്ക് അനുകൂലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം പാലക്കാട്ട് ശോഭാ സുരേന്ദ്രന്റെ ലീഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ലീഡ് നഷ്ടപ്പെട്ട് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ 73 വോട്ടിന്റെ ലീഡ്. വീണ്ടും NDAയുടെ ടാലി 2ആയി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ നേമത്ത് രാജഗോപാൽ, ഒപ്പം തന്നെ കാസർഗോഡ് മണ്ഡലത്തിലുമാണ് NDA സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ ഗോപി 9:11 ഇപ്പോഴത്തെ സമയം. പക്ഷേ നമുക്ക് പറയാനാകുന്നത് LDFന്റെ ഒരു മുന്നേറ്റം പൊതുവിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എല്ലാം പരിശോധിക്കുമ്പോൾ കാണാനാകുന്നത്. UDF പിന്നോട്ട് പോവുക തന്നെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ശ്രദ്ധ വരേണ്ടുന്ന പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ പാലക്കാടും നേമവും കാസർഗോഡും മഞ്ചേശ്വരവും അടക്കമുള്ള NDAയുടെ സീറ്റുകളാണ്. NDA ഇതിനകം 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് വിവരം. പാലക്കാട് പക്ഷേ ശോഭാ സുരേന്ദ്രനും ഷാഫി പറമ്പിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. നേമത്ത് രാജഗോപാൽ മുന്നിട്ട് നിൽക്കുന്നു. അദ്ദേഹം ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് അതിനെ സവിശേഷ ശ്രദ്ധയുള്ള മണ്ഡലമാക്കി മാറ്റുന്നത്. പക്ഷേ കാസർഗോഡ് മണ്ഡലത്തിൽ ഈ രവിഷ തന്ത്രി കുന്ദർ എന്ന NDAയുടെ സ്ഥാനാർത്ഥി 2058 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു NA നെല്ലിക്കുന്നിനേക്കാൾ എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി. ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് വ്യക്തമായി കൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരും തൃശ്ശൂരും ഇടത് തരംഗമാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഇടതുപക്ഷത്തിന് നേട്ടമുണ്ട്. പാലക്കാട്ടും ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ട് LDFന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. NDA ഇതുവരെ മുന്നേറ്റം നടത്തുന്ന 2 മണ്ഡലങ്ങളാണ്. അതിൽ കൺസിസ്റ്റന്റായി നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലെ നേമത്ത് മാത്രമാണ്. കാസർഗോട്ടും പാലക്കാടും ലീഡ് നിലയിൽ മറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു എന്ന്
പറയാവുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 87 അതായത് കേവല ഭൂരിപക്ഷം കടന്ന് ഇടതുപക്ഷം അതിന്റെ ലീഡ് നില കൺസിസ്റ്റന്റായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു രാഷ്ട്രീയ ട്രെൻഡ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് പറയാവുന്ന കാര്യം, ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് വിധിയിലേക്ക് ഈ ട്രെൻഡുകൾ നമ്മൾ നയിക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷം 87 കൺസിസ്റ്റന്റായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 48 UDF ലീഡുള്ളത്. NDA 2 ആ ലീഡ് നില നിരന്തരം മാറി മറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ നേമത്ത് NDA സ്ഥാനാർത്ഥി O രാജഗോപാലിന് മാത്രമാണ് ഒരു കൺസിസ്റ്റന്റായി ലീഡ് നില നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ള, അതും ഏത് നിമിഷവും മാറി മറയാവുന്ന ഘട്ടത്തിലുമാണ്. കെ ബാബു പിന്നിൽ എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. മന്ത്രി കെ ബാബു തൃപ്പൂണിത്തുറയിൽ 85 വോട്ടുകൾക്കാണെങ്കിലും പിന്നിൽ പോയിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. എം സ്വരാജ് മുന്നിൽ വന്നിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് കെ ബാബുവിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു 85 വോട്ടുകൾക്ക് എന്ന വിവരമാണ് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണത്. വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ മുന്നേറ്റമാണെങ്കിൽ പോലും എം സ്വരാജ് ഒരു ഘട്ടത്തിൽ കെ ബാബുവിനേക്കാൾ മുന്നിലെത്തിയിരിക്കുന്നു എന്നത് അവിടെ നടന്ന പോരാട്ടത്തിന്റെ തീവ്രതയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം നൽകുന്നതാണ്. 85 വോട്ടുകൾക്ക് തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിനേക്കാൾ ലീഡ് ചെയ്യുകയാണ് CPM സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി എം സ്വരാജ് എന്നതാണ് വിവരം. എറണാകുളത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അല്ലെങ്കിൽ തന്നെ നടക്കുന്നത്. ജില്ലയിലാകെ തന്നെയും എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 85 വോട്ടുകൾക്കാണെങ്കിലും എം സ്വരാജ് മുന്നിട്ട് നിൽക്കുന്നു കെ ബാബുവിനേക്കാൾ എന്നത് വളരെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന വിവരമാണ്. 85 വോട്ടുകൾക്കാണെങ്കിലും എം സ്വരാജ് കെ ബാബുവിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു തൃപ്പൂണിത്തുറയിൽ. 87 LDF UDF സ്ഥാനാർത്ഥികൾ, 48 രണ്ടിടത്ത് NDA എന്നിങ്ങനെയാണ് നില. തൃശ്ശൂരിൽ 13 LDF ലീഡാണ്. അതും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തൃശ്ശൂരിൽ VS സുനിൽകുമാർ ലീഡ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടെ, കാസർഗോഡ് മണ്ഡലത്തിൽ രവീഷ തന്ത്രികുന്തർ അദ്ദേഹത്തിന്റെ ലീഡ് നില 2204 എന്ന നിലയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയാണ് രവീഷ തന്ത്രികുന്തർ. അദ്ദേഹം 2204 വോട്ടുകൾക്ക് NA നെല്ലിക്കുന്നിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു. 2 സീറ്റുകളിൽ കാസർഗോഡും നേമത്തും ആണ് ഇപ്പോൾ BJP NDA മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ നേമത്ത് കൺസിസ്റ്റന്റായ നിലയിൽ O രാജഗോപാൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് തുടക്കം മുതൽ കാണുന്നത്. പക്ഷേ രണ്ടാം സ്ഥാനം മഞ്ചേശ്വരത്ത് ഇടയ്ക്ക് ലീഡ് വന്നു, കാസർഗോഡ് വന്നു, പാലക്കാട് വന്നു. 3 പിന്നോട്ട് പോവുകയും മുന്നോട്ട് വരികയും ഒക്കെ ഉണ്ട്. പക്ഷേ നേമത്ത് O രാജഗോപാൽ കൺസിസ്റ്റന്റായ വിധത്തിൽ മുന്നോട്ട് പോകുന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈ കാസർഗോഡ് ആണെങ്കിൽ 2204 എന്ന നിലക്കുള്ള ലീഡ് അദ്ദേഹത്തിനുണ്ട്. കണക്കുകൾ മാറ്റിവെക്കാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ സൂചനകൾ ശരിവെക്കുന്ന തരത്തിൽ ഒരു ഇടത് അനുകൂല ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 87 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 87 ഇടതുപക്ഷത്തിന് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂരും കണ്ണൂരും പ്രത്യേകിച്ചും ഒരു ഇടത് തരംഗം വ്യക്തമായി ഇരിക്കുന്നു. പാലക്കാട്ടും അതുപോലെ തന്നെ കൊല്ലത്തുമെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ 13 ഇടതുപക്ഷത്തിന് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 10 ഇടതുപക്ഷത്തിന് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു. ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് വ്യക്തമായി കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ ഇത്തവണ ഭരണം ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകൾ വ്യക്തമാകുന്ന തരത്തിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടതുപക്ഷത്തിന് മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 88 ഇടതുപക്ഷത്തിന് 140 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDFന് 47 NDA 2 NDA ഒരു മുന്നേറ്റം നടത്താൻ NDAക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിൽ O രാജഗോപാലിന്റെ ലീഡിനെ ആശ്രയിച്ച് മാത്രമായിരിക്കുമെന്ന് പറയേണ്ടി വരും. കാസർഗോഡ് ഇപ്പോൾ NDA നടത്തുന്ന ലീഡ് ഏത് നിമിഷവും മാറി മറയാവുന്നതുമാണ്. പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നേറ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നുണ്ട്. 88 എന്ന ഇടതുപക്ഷത്തിന്റെ ഈ ലീഡ് നിലയിൽ മാറ്റം ഉണ്ടാകാതെ പോയാൽ ഈ ഭരണം, കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ ഭരണം ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് പോകുന്നു എന്ന രാഷ്ട്രീയ സൂചന ഇപ്പോഴത്തെ കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. നേമത്ത് O രാജഗോപാലിന്റെ ലീഡ് നില 3503 വോട്ടുകളുടേതാണ്. 3503 വോട്ടുകൾക്ക് അദ്ദേഹം തൊട്ടടുത്ത സ്ഥാനാർത്ഥി LDFലെ V ശിവൻകുട്ടിയേക്കാൾ O രാജഗോപാൽ നേമത്ത് ലീഡ് ചെയ്യുന്നെന്ന വിവരമാണുള്ളത്. NDAക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ പക്ഷേ LDFും UDFുമാണ് ലീഡ് ചെയ്യുന്നത്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ 2501 വോട്ടുകൾക്ക് V മുരളീധരനേക്കാൾ മുന്നിലാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനേക്കാൾ 1580 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. LDF സ്ഥാനാർത്ഥി കഴക്കൂട്ടത്തും UDF സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവിലും ലീഡ് ചെയ്യുന്നു. NDA രണ്ടാം സ്ഥാനത്താണ് രണ്ടിടത്തും. പക്ഷേ നേമത്ത് കൺസിസ്റ്റന്റായി 3451 എന്ന നിലയിലേക്ക് O രാജഗോപാലിന്റെ വോട്ട് നില ഉയർന്നിട്ടുണ്ട്. അവിടെ നിന്നും പിന്നീട് കാസർഗോഡ് നിന്നുമാണ് NDAക്ക് അനുകൂലമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് രവീഷ തന്ത്രികുന്തർ എന്ന NDA സ്ഥാനാർത്ഥി 2554 വോട്ടുകളുടെ ലീഡ് NA നെല്ലിക്കുന്നിനേക്കാൾ നേടിയിട്ടുണ്ട് ഇതിനകം. അവിടെയും ഏതാണ്ട് പിന്നോട്ട് പോകാതെ കഴിഞ്ഞ കുറച്ചു നേരമായുണ്ട്. പാലക്കാട് പക്ഷേ സ്ഥിതി മാറിമറിയുകയാണ്. പാലക്കാട് ഇപ്പോൾ
ഷാഫി പറമ്പിൽ തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. ഷാഫി പറമ്പിലിന് പക്ഷേ അപ്പോൾ തന്നെയും 442 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ഷാഫി പറമ്പിലിനുള്ളത്. അവിടെ മാറിമറിഞ്ഞു വരുന്ന സ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം, ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഇടതുപക്ഷം ഭരണത്തിലേക്ക് എത്താവുന്ന സാധ്യതകൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളടക്കം പ്രവചിച്ചതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. നമുക്ക് 88 സീറ്റുകളിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. UDF 47 ഇടത്താണ്. വളരെ പ്രധാനപ്പെട്ട നിലവിലെ കോട്ടകളെല്ലാം തന്നെയും വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥ UDFയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ട്. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് മാറി മറിഞ്ഞേക്കാം, പക്ഷേ എങ്കിൽ തന്നെയും ഏതാണ്ട് സെറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും LDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും LDFന് നേട്ടമുണ്ട്. ആലപ്പുഴയിൽ ഇടത് ആധിപത്യമാണ്. കണ്ണൂരിൽ 11 സീറ്റിൽ ഒറ്റയൊന്നൊഴികെ ബാക്കി എല്ലായിടത്തും LDF ആണ്. കോഴിക്കോട്ട് പക്ഷേ LDFന് തിരിച്ചടിയുണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് ലീഗ് കോട്ടയിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് 5 ഇടത്ത് ഇടത് ലീഡുണ്ട് എന്ന അതിപ്രധാനമായ വാർത്ത കൂടെയുണ്ട് LDF ക്യാമ്പിൽ സന്തോഷമുണ്ടാക്കാൻ. പക്ഷേ NDA 2 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. NDA അക്കൗണ്ട് തുറക്കുമോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്ന NDAയുടെ ആഗ്രഹത്തിന് ഒരേ ഒരു പ്രതീക്ഷ ഇനി തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ മാത്രമാണ്. കാസർകോട്ടെ ലീഡ് നില അത്രയ്ക്ക് ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴുമുണ്ട്. തിരുവനന്തപുരം നേമത്ത് കൺസിസ്റ്റന്റായ O രാജഗോപാലിന് ലീഡ് നില നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ മാത്രമാണ് ഇനി ഒരു അക്കൗണ്ട് തുറക്കാനുള്ള പ്രതീക്ഷ NDAയ്ക്കുള്ള പ്രതീക്ഷ ആശ്രയിച്ചിരിക്കുന്നത് നേമത്തെ മാത്രമാണ്. മറ്റ് എല്ലായിടങ്ങളിലും തന്നെ ഒരു വ്യക്തമായ രാഷ്ട്രീയ ചിത്രം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തുടനീളം നോക്കുമ്പോൾ കളമശ്ശേരിയിൽ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹം കുറെ നേരമായി പിന്നിലാണ്, ഇപ്പോഴും അദ്ദേഹം പിന്നിലാണ്. കേരളത്തിലെ UDFനെ പ്രതിനിധീകരിക്കുന്ന പല മന്ത്രിമാരും അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പിന്നിലാണെന്നുള്ള വിവരവും നിർണായകമാണ്. ഈ ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് വ്യക്തമായി കൊണ്ടിരിക്കുന്നു. വോട്ടെണ്ണലിന്റെ ഈ ഘട്ടത്തിൽ 89 ഇടത്ത് ഇടതുമുന്നണി മുന്നേറ്റം നടത്തുന്നു. 47 ഇടത്ത് UDF, 2 ഇടത്ത് അതിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഗോപി, വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ PK ജയലക്ഷ്മി പിന്നിൽ പോയിരിക്കുന്നു എന്ന വാർത്തയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. മാനന്തവാടിയിൽ മന്ത്രി PK ജയലക്ഷ്മി 246 വോട്ടുകൾക്ക് പിന്നിലാണ്. മാനന്തവാടിയിൽ OR കേളു LDF സ്ഥാനാർത്ഥി, തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി PK ജയലക്ഷ്മിയേക്കാൾ 246 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. 219 എന്ന നിലയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും OR കേളു LDF സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്യുന്നത്. PK ജയലക്ഷ്മി പിന്നിൽ നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, വയനാട്ടിൽ കൽപ്പറ്റയിൽ CK ശശീന്ദ്രൻ 288 വോട്ടുകൾക്ക് MV ശ്രേയംസ് കുമാറിനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. വയനാട്ടിൽ 2 ഇടത്ത് 3 സീറ്റുകളിലുള്ളത് 2 ഇടത്ത് വയനാട്ടിൽ ലീഡ് ചെയ്യുന്നു LDF. അതിൽ തന്നെ മന്ത്രി PK ജയലക്ഷ്മി വളരെ ഉറച്ച മണ്ഡലമായ UDFന്റെ മാനന്തവാടിയിൽ OR കേളു ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലീഡ് നില 8002 എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ മാനന്തവാടിയിൽ PK ജയലക്ഷ്മി 219 വോട്ടുകൾക്ക് പിന്നിലാണ്. MV ശ്രേയംസ് കുമാർ കൽപ്പറ്റയിൽ 363 വോട്ടുകൾക്ക് പിന്നിലാണ്. വളരെ ശക്തമായ ജില്ലകൾ അനുസരിച്ച് നമുക്ക് നോക്കാം. കാസർഗോഡ് ചെങ്ങന്നൂരിൽ LDF സ്ഥാനാർത്ഥി രാമചന്ദ്രൻ നായരാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ചെങ്ങന്നൂരിൽ LDF സ്ഥാനാർത്ഥി രാമചന്ദ്രൻ നായർ മുന്നിൽ. UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA PC വിശ്വനാഥ് പിന്നിലാണ്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയും ചെങ്ങന്നൂരിൽ പിന്നിലാണ്. കാസർഗോഡ് 2 ഇടത്ത് LDF, 1 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു, 2 ഇടത്ത് UDF. അതാണ് കാസർഗോഡ് ചിത്രം. കണ്ണൂരിൽ 11 മണ്ഡലങ്ങളിൽ 10 ഇടത്ത് LDF, 1 ഇടത്ത് UDF. വയനാട് 3 മണ്ഡലങ്ങളിൽ 2 ഇടത്ത് LDF, 1 ഇടത്ത് UDF. കോഴിക്കോട്ട് 6 ഇടത്ത് LDF, 5 ഇടത്ത് UDF എന്നതാണ്. മലപ്പുറത്ത് 1 ഇടത്ത് LDF, 11 ഇടത്ത് UDF. പാലക്കാട് 8 ഇടത്ത് LDF, 4 ഇടത്ത് UDF. തൃശ്ശൂരിൽ 13 മണ്ഡലങ്ങളിൽ 13 ഇടത്തും LDFന് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. കണ്ണൂരും തൃശ്ശൂരുമാണ് ഒരുപക്ഷെ ഇടത് തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ വ്യക്തമായിരിക്കുന്നതെന്ന് ഈ ലീഡ് നിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എറണാകുളത്ത് LDF 6 ഇടത്ത്, UDF 7 ഇടത്ത്. ഇടുക്കിയിൽ 2 ഇടത്ത് LDF, 3 ഇടത്ത് UDF. കോട്ടയത്ത് 2 ഇടത്ത് LDF, 6 ഇടത്ത് UDF. ആലപ്പുഴയിൽ 8 ഇടത്ത് LDF, 1 ഇടത്ത് UDF. പത്തനംതിട്ടയിൽ 3 ഇടത്ത് LDF, 2 ഇടത്ത് UDF. കൊല്ലത്ത് 10 ഇടത്ത് LDF, തിരുവനന്തപുരത്ത് 9 ഇടത്ത് LDF, 4 ഇടത്ത് UDF. നേമത്ത് NDA. ഭരണ തുടർച്ചയുണ്ടാകും എന്ന ഏറ്റവും ഒടുവിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രകടിപ്പിച്ച വലിയ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന വിധികളാണ് ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 9:22 ഇപ്പോൾ സമയം. 89 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. 47 സ്ഥലത്ത് മാത്രമാണ് UDF ലീഡ് ചെയ്യുന്നത്. 47 ഇടത്ത് മാത്രമാണ് UDFന്റെ ലീഡുള്ളത്. NDA 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് LDF 8, UDF 5, NDA 1. നേമത്ത് O രാജഗോപാൽ ലീഡ് ചെയ്യുന്നതാണ് NDAയുടെ കണക്കിലുള്ള 1. കൊല്ലത്ത് LDF 11 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ആകെയുള്ള 11 കൊല്ലത്ത് ലീഡ് ചെയ്യുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത. കൊല്ലത്ത് 11 LDF ലീഡ് ചെയ്യുന്നു.
പത്തനംതിട്ടയിൽ 5 സീറ്റുകളിൽ 3 LDF-ഉം UDF 2 ലീഡ് ചെയ്യുന്നു. 3 LDF, 2 UDF. ആലപ്പുഴയിൽ 9 സീറ്റുകളിൽ 8 LDF, UDF ഒറ്റ സ്ഥലത്ത് മാത്രം. LDF-ന് 8 സീറ്റുകളിൽ ലീഡുണ്ട്. കോട്ടയത്ത് 9 സീറ്റുകളിൽ LDF 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. UDF 6 ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് UDF-ന് 6 സീറ്റുകളിൽ ലീഡുണ്ട്. ഇടുക്കിയിൽ 5 സീറ്റുകളിൽ 4 UDF ലീഡ് ചെയ്യുന്നു. 1 മാത്രം LDF-ന് ലീഡുണ്ട്. ഇടുക്കിയിൽ 5-ൽ 4 UDF-നൊപ്പമാണ്. എറണാകുളത്ത് 14 സീറ്റുകളിൽ LDF-ഉം UDF-ഉം 7-7 എന്ന നിലക്കാണുള്ളത്. LDF 7 UDF 7 ലീഡ് ചെയ്യുന്നു. 14 സീറ്റുകളാണ് ആകെ എറണാകുളത്ത്. തൃശ്ശൂരിൽ 13 സീറ്റുകളിൽ 13 LDF ലീഡ് ചെയ്യുന്നു എന്നതാണ് പറയാനാകുന്നത്. തൃശ്ശൂരിൽ പൂർണ്ണമായും ഇടതു തരംഗം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. LDF 13 ലീഡ് ചെയ്യുന്നു എന്ന അങ്ങേയറ്റം പ്രധാനപ്പെട്ട, അങ്ങേയറ്റം വ്യത്യസ്തതയാർന്ന വിവരമാണ് ആ തൃശ്ശൂരിൽ നിന്നും വരുന്നത്. പാലക്കാട് 12 സീറ്റുകളിൽ 9 LDF, UDF 3 ലീഡ് ചെയ്യുന്നു. 9 LDF ലീഡ് ചെയ്യുകയാണ് പാലക്കാട്. 12 സീറ്റുകളിൽ 9 LDF ആണ്. മലപ്പുറത്ത് 16 സീറ്റുകളിൽ LDF 5 UDF 11 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. മലപ്പുറത്താണ് ആശ്വാസം എന്ന് പറയാവുന്നതുണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും അവർക്ക് നഷ്ടമാവുകയും കൂടി ചെയ്തിട്ടുണ്ട്. LDF 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു മലപ്പുറത്തും അടക്കം സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ മുന്നോട്ട് പോക്കാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് 13 സീറ്റുകളിൽ LDF-ന് 8 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. UDF 5 ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് 13-ൽ 8 LDF-നൊപ്പമാണ്. കണ്ണൂരിൽ 11 സീറ്റുകളിൽ 10 LDF ലീഡ് ചെയ്യുകയാണ്. പൂർണ്ണമായും ഇടതുതരംഗം എന്ന് പറയാവുന്നതാണ്. KC ജോസഫിൻ്റെ അങ്ങേയറ്റം ഉറച്ച കോട്ടയായ ഇരിക്കൂർ ഒഴികെ ബാക്കി എല്ലായിടത്തും. കാസർഗോഡ് 2 LDF, UDF 2, NDA ഒരു സീറ്റിൽ. അത് മഞ്ചേശ്വരമല്ല, കാസർഗോഡ് മണ്ഡലത്തിൽ രവിഷ കുന്ദർ തന്തി എന്ന NDA സ്ഥാനാർത്ഥിയാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. വയനാട്ടിൽ LDF 2 സീറ്റിൽ, UDF 1 സീറ്റിൽ. LDF ആണ് വയനാട്ടിൽ 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്. കൽപ്പറ്റയിലും PK ജയലക്ഷ്മിയുടെ മാനന്തവാടിയിലും എന്നത് അത്ഭുതപ്പെടുന്നതാണ് UDF കേന്ദ്രങ്ങളെ. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. RSPയും JDU-യും എല്ലാ മണ്ഡലത്തിലും പിറകിലാണെന്നതാണ്. മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും RSPയും JDU-യും പിറകിലാണ് എന്ന ഒരു രാഷ്ട്രീയ വിശേഷം കൂടി ഈ വോട്ടെണ്ണലിൻ്റെ ഈ ഘട്ടത്തിൽ പറയാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് തരംഗം വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഫലസൂചനകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുക. 87 LDF മുന്നേറ്റം നടത്തുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ, സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ 87 ഇടതുപക്ഷം മുന്നേറ്റം നടത്തുന്നു. 49 UDF, 2 NDA എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൊല്ലത്തെ 11 മണ്ഡലങ്ങളിൽ 11 ഇടതുപക്ഷത്തിന് മുന്നേറ്റം. തൃശ്ശൂരിലെ 13 മണ്ഡലങ്ങളിൽ 13 ഇടതുപക്ഷത്തിന് മുന്നേറ്റം. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 10 ഇടതുപക്ഷത്തിന് മുന്നേറ്റം. പാലക്കാട് 12 മണ്ഡലങ്ങളിൽ 9 ഇടതുപക്ഷത്തിന് മുന്നേറ്റം എന്നിങ്ങനെ ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിൽ 8 ഇടതുപക്ഷത്തിന് മുന്നേറ്റം. പത്തനംതിട്ടയിൽ 3 ഇടതുപക്ഷത്തിന് മുന്നേറ്റം എന്നിങ്ങനെ നിലമ്പൂരിൽ PV അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി, ആര്യാടൻ ഷൗക്കത്തിനെ പിന്നിലാക്കിക്കൊണ്ട് PV അൻവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി 2107 വോട്ടിന് നിലമ്പൂരിൽ മുന്നിലാണ്. ഒരു ഇടത് തരംഗം വ്യക്തമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ വോട്ടെണ്ണലിൻ്റെ ഈ ഫലസൂചനകൾ നമുക്ക് നൽകുന്ന സൂചന. കേരളത്തിലെ അടുത്ത 5 വർഷത്തെ ഭരണം ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്ന സൂചനയാണ്, എന്ന രാഷ്ട്രീയ സൂചനയാണ് ഇതുവരെയുള്ള വോട്ടെണ്ണലിന്റെ നില നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത, പക്ഷേ LDF-ന്റെ മുന്നേറ്റം മാത്രമല്ല, NDA അക്കൗണ്ട് തുറന്നിരിക്കുന്നു. വളരെ കാലങ്ങളായിട്ട്, എത്രയോ തിരഞ്ഞെടുപ്പുകളായി ഇത്തവണ ഉണ്ടാകുമെന്ന് പറയുന്ന സംഗതിയിലേക്ക് NDA പോകുമോ എന്നത് സംബന്ധിച്ചാണ് ഇനിയുള്ള ആകാംക്ഷ ഉള്ളത്. NDA 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതിൽ O രാജഗോപാൽ 4256 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 4256. പക്ഷേ അപ്പോൾ തന്നെയും അത് പൂർണ്ണമായി വിജയമാകുമെന്ന് പ്രവചിക്കാവുന്നതാകില്ല. തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവം ഓരോ പഞ്ചായത്തുകളനുസരിച്ച് ഒരുപക്ഷെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കണം. V ശിവൻകുട്ടി തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. V ശിവൻകുട്ടിയും രാജഗോപാലും തമ്മിലാണ് മത്സരം. പക്ഷേ ഈ മണിക്കൂറുകൾക്കകത്ത് ഒരിക്കൽ പോലും O രാജഗോപാൽ പിന്നിൽ പോയിട്ടില്ല എന്നതും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. കാസർഗോഡ് നിന്നാണ് വരുന്ന മറ്റൊരു കാര്യം. 3971 വോട്ടുകൾക്കാണ് അദ്ദേഹം എന്നെ നെല്ലിക്കുന്നതിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് എന്ന വിവരമുണ്ട്. രവിഷ തന്ത്രി, അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ ലീഡ് ചെയ്യുകയാണ്. ഈ 2 സ്ഥലമാണ് NDAയുടെ 2 നിയമസഭാംഗങ്ങൾ കേരള നിയമസഭയിൽ ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ് ഇനി അങ്ങോട്ട് രാഷ്ട്രീയ ശ്രദ്ധിക്കുന്ന ആളുകളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന കാര്യം. ഏതായാലും O രാജഗോപാൽ ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല എന്നത് NDA ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദത്തിന് കാരണമാകുന്നതാണ്. എങ്കിൽ തന്നെയും ഒടുവിലത്തെ നിമിഷം വരെയും മാറിമറിഞ്ഞേക്കാവുന്ന തരത്തിലുള്ള പോരാട്ടം നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. കാസർഗോഡ് സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പറയാനാവുക. ഇപ്പോൾ ഇങ്ങനെയാണ് നില കാണുന്നതെങ്കിലും ഏതേത് സ്ഥലങ്ങളിലേക്കാണ് ആ വോട്ട് എണ്ണൽ പോകുന്നത്, ഏതൊക്കെ പഞ്ചായത്തുകളിലേക്കാണ് എന്ന് സംബന്ധിച്ചുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഏതായാലും NDA ക്യാമ്പിൽ വലിയ ആഹ്ലാദം പകരുന്നതാണ്. ദേശീയ തലത്തിൽ തന്നെ BJPക്ക് ആഹ്ലാദം പകരുന്ന റിസൾട്ടിലൂടെയാണ് ഇപ്പോൾ കേരള വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെയും
BJP ക്യാമ്പിന് വലിയ ആഹ്ലാദം പകരുന്ന റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് LDF-നെയും UDF-നെയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഒരു സംഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തവണത്തെ നിയമസഭക്കകത്ത് 2 NDA അംഗങ്ങൾ ഉണ്ടാകുമോ എന്നതറിയാൻ നമുക്ക് മണിക്കൂറുകൾ കൂടെ കാത്തിരിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രവചനം സ്വാഭാവികമായും സാധ്യമല്ല. പക്ഷേ നമ്മുടെ മുന്നിലെ വസ്തുത NDA 2 ലീഡ്